നോക്കുന്നത് ഔട്ടർ പ്രൊഡക്റ്റാണ്. ഈ ഔട്ടർ പ്രൊഡക്റ്റ് നമുക്ക് 3x3 വെക്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ജോമെട്രിക്കൽ ഇൻസൈറ്റ്സും പിന്നെ വെക്ടർ ഓപ്പറേഷൻസും ആണ് നോക്കാൻ പോകുന്നത്. ക്രോസ് പ്രൊഡക്റ്റിൽ നമ്മളിപ്പോൾ യു എന്നുള്ള യുവും വിയും വെക്ടറാണ് നോക്കാൻ പോകുന്നത്. ആർ എന്നുള്ളത് റിയൽ വേർഡാണ് 3 ഡയമെൻഷൻ. അപ്പോൾ ഇതിൽ യു ക്രോസ് വിയും യു ഡോട്ട് വിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നോക്കാം. യു ഡോട്ട് വി എന്ന് പറയുന്നത് ഒരു സ്കെയിലറാണ്. അത് സമയത്ത് യു ക്രോസ് വി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ വ്യത്യാസം. ഇപ്പോൾ യു ഈക്വൽ ടു സെക്കൻഡ് പാരഗ്രാഫിൽ ബ്രാക്കറ്റിൽ A1 A2 A3 ഇത് A1 A2 A3 നമ്മൾ എന്താ ഐ ജെ കെ എന്നുള്ള ഇതിലാണ് പറയുന്നത്. അതായത് ഐ ഫസ്റ്റ് കോളം ഐ, സെക്കൻഡ് കോളം ജെ, തേർഡ് കോളം കെ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും A1 ഐ, A2 ജെ, A3 കെ. ഇങ്ങനെയല്ല ഒരു സിമിലറായിട്ട് B1 ഐ, B2 ജെ, B3 കെ. അപ്പോൾ നമുക്ക് യു ക്രോസ് വി എങ്ങനെ എഴുതുന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് നമുക്ക് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ആ ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്രോസ് വി ഈക്വൽ ടു ഐ കമ്പോണൻറ്റ് ജെ കമ്പോണൻറ്റ് കെ കമ്പോണൻറ്റിൽ A1 A2 A3 അതിന് സെക്കൻഡ് റോ B1 B2 B3 എന്നിങ്ങനെ എഴുതിയിട്ട് നമുക്കതിൻ്റെ ഐത്ത് കമ്പോണൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഐത്ത് കമ്പോണൻറ്റ് ഡിറ്റർമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഒഴിവാക്കിയിട്ട് സെക്കൻഡ് കോളത്തിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണെന്ന് അറിയില്ലേ. അതായത് ക്രോസ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഫസ്റ്റത്തേന്ന് സെക്കൻഡ് കുറയ്ക്കുക എന്ന് പറയും, ഡിഡക്റ്റ് ചെയ്യാന്ന് പറയും. അതായത് A2 B3 മൈനസ് A3 B2 ഇതാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഓരോ ജെ കമ്പോണൻറ്റിൻ്റെയും കെ കമ്പോണൻറ്റിൻ്റെയും നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഐ ഇൻറ്റു ജെ ഈക്വൽ അല്ലാന്ന് അറിയാലോ ജെ ഇൻറ്റു ഐ. ജെ ഇൻറ്റു ഐ ആണെങ്കിൽ ഐ ഇൻറ്റു ജെ ഈസിക്കൽ ടു കെ ആണെങ്കിൽ ജെ ഇൻറ്റു ഐ ഈസിക്കൽ ടു മൈനസ് കെ ആയിരിക്കും. പിന്നെ ഐ ജെ കെ എന്ന് പറയുന്നതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഐ മൈനസ് ആയിരിക്കും, ഐ പ്ലസ് ആയിരിക്കും, ജെ മൈനസ് ആയിരിക്കും, കെ പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം കൂടുതലായിട്ട്. നമുക്കിത് ഇലസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. യു ഈസിക്കൽ ടു ബ്രാക്കറ്റിൽ 2 -1 5 വി ഈസിക്കൽ ടു 3 7 6. അപ്പോൾ യു ക്രോസ് വി ഈസിക്കൽ ടു എന്ന് വെച്ചാൽ ഐ ജെ കെയിൽ കഴിഞ്ഞാൽ 2 -1 5 നെക്സ്റ്റ് റോ 3 7 6 എങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഐ ഡിറ്റർമിനൻ്റ് അത് പോസിറ്റീവ് സൈൻ ആണെന്ന് അറിയാം, ജെ ഡിറ്റർമിനൻ്റ് അത് നെഗറ്റീവ് സൈൻ ആണെന്ന് അറിയാം, കെ ഡിറ്റർമിനൻ്റ് പോസിറ്റീവ് സൈൻ ആണെന്ന് അറിയാം. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഈക്വൽ ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക ഐ ബ്രാക്കറ്റിൽ 6 -6 -36. അപ്പോൾ -6 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ഇൻറ്റു ഐയുടെ ഐ കമ്പോണൻ്റ് നോക്കുക, -1 ഇൻറ്റു 6 ആണ്, 5 ഇൻറ്റു 7 35 ആണ്. അപ്പോൾ അങ്ങനെ ഐ കമ്പോണൻ്റ് ജെ കമ്പോണൻ്റ് അതുപോലെ തന്നെ ജെ കമ്പോണൻ്റ് കെ കമ്പോണൻ്റ് ഇട്ട് കഴിഞ്ഞാൽ 41 ഐ പ്ലസ് 3 ജെ പ്ലസ് 17 കെ. അപ്പോൾ നമ്മൾ -41 അല്ലേ. ഇത് ഓർത്തോഗണൽ ആയിരിക്കും. ഈ വെക്ടർ യു ക്രോസ് വി എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ -41 ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഐ എത്ര 2 -41 ഇൻറ്റു 2 എത്ര -82. അതുപോലെ തന്നെ -3 ഇൻറ്റു 3 എത്രയാണ്, അത് -3 തന്നെ. 17 ആണെങ്കിലോ അത് 17 + 5 ഇൻറ്റു 5 ആണെങ്കിൽ അതിന് ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 0 വരും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഓർത്തോഗണൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. യു ക്രോസ് വി W ഈക്വൽ ടു യു ഡോട്ട് ബി ക്രോസ് W. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് യു ഈക്വൽ ടു 3 3 -5 വി -1 5 2 W ഈക്വൽ ടു 3 -1 -2. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയാണ് 5u - 2v. ഇതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അത് 5 എന്നിട്ട് ബ്രാക്കറ്റിൽ 5 3 -4 ഇടുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം -2 എന്നിടുക. എന്നിട്ട് വിയുടെ വാല്യൂസ് എഴുതുക. 2 ബ്രാക്കറ്റിൽ -1 5 2 ഇങ്ങനെയൊക്കെ എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ യു ഇൻറ്റു ബ്രാക്കറ്റുള്ള കാര്യങ്ങൾ യു 5 ആണല്ലോ, 5നെ യു മാട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 5 25 ആണല്ലോ. അപ്പോൾ പിന്നെ 5 25 ഇതോ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × -1 2. അപ്പോൾ 25 + 2 എത്രയും -2 കൂട്ടുമ്പോൾ ഇങ്ങനെ വരും 20 - 27 വരും. അപ്പോൾ ഇങ്ങനെ ഈ 3 കൂട്ടി കഴിഞ്ഞാൽ ഒരു വേറൊരു മാട്രിക്സ് കിട്ടും. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ഈ 3 ഡയമെൻഷൻ സ്പേസിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഇൻസൈറ്റ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു.